ആദ്യമായിട്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി മാത്രം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ട് നോക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ പുറത്തുള്ള ജോലിയൊക്കെ എന്തായാലും നമ്മളെ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് വിട്ടു പോകരുത്. അപ്പോൾ ശരിക്കും ഓലയും മടലും കൊതുമ്പും ഒക്കെ കിടക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുവാണല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കിയൊക്കെ വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ശരിക്കും കവറുകൾ കിടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറുകളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തെങ്ങിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. അതെല്ലാം ഇനി പറക്കണം. നമ്മളിടുന്നതല്ല, തെങ്ങിന് ഉപ്പും കുമ്മായൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ജോലിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോലിക്കാർ കൊണ്ടിട്ടപ്പോഴത്തേക്ക് മഴ സമയത്ത് പറക്കിക്കൊണ്ട് പോയതും ഇല്ലായിരുന്നു. പറക്കിയിട്ട് വെക്കാൻ നമുക്ക് ഇങ്ങോട്ട് കയറാനും പറ്റുന്നില്ലായിരുന്നു. എന്ന് വെച്ചാൽ ശരിക്കും കാട് കിടക്കുമായിരുന്നു. ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് പുല്ലറുപ്പറൊക്കെ വന്ന് ശരിക്കും പുല്ലും അങ്ങനെ എല്ലാം കൊണ്ട് പോയതിനെ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറാം. ഇപ്പം മഴയില്ലാത്തതിനെ കൊണ്ട് കുറേ പിന്നെ ഇതുപോലെ പുല്ലെല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയിട്ട് കവറെല്ലാം ഇനിയിപ്പോൾ പറക്കിയൊക്കെ വെക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചേച്ചിമാരൊക്കെ വരുമ്പോൾ അവർ കൊണ്ടുപോകുമല്ലോ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മളടുത്ത് നേരത്തെയൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വിറക് മേടിക്കുന്നുണ്ടോ എന്ന്. വിറകൊന്നും മേടിക്കുന്നില്ല. നമ്മളിവിടെ വന്നിട്ട് 1-2 തവണ നമ്മൾ മേടിച്ചത് മില്ലിൽ നിന്നാണ്. അത് മേടിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് അന്ന് നമുക്ക് ശരിക്കും വിറക് വേണമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് മാത്രം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വന്നപ്പം മുതൽ ഇതുപോലെ ഇന്ന് വരെ നമുക്ക് ഇവിടുന്ന് ശരിക്കും ഓലയും മടലും കൊതുമ്പും പിന്നെ അതുപോലെ മരങ്ങളൊക്കെ ശരിക്കും കോതി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിറകൊക്കെ തന്നിട്ടുണ്ട്. ഇതെല്ലാം എടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ മഴ സമയത്താണെങ്കിൽ നമുക്കൊന്നും പറക്കി വെക്കാനോ ഇങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി കുറച്ച് ദിവസമായിട്ടൊക്കെ ഇനിയിപ്പോൾ ഇതെല്ലാം പറക്കി നമ്മൾ അടുക്കള വശത്തൊക്കെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം അവിടെ ഇട്ട് ഇനിയിപ്പോൾ എല്ലാം വെട്ടിപ്പറക്കിയൊക്കെ നമ്മൾ മഴ നനയാതെയൊക്കെ വെക്കുവാണെങ്കിൽ മഴ സമയത്തൊക്കെ നമുക്ക് എടുത്ത് കത്തിക്കാനായിട്ട് പറ്റും. പിന്നെ അതുമല്ല, നമ്മൾ ഈ ഒരു ഓലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം പറക്കി കൂട്ടിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മണ്ണെണ്ണയിൽ നിന്ന് നമുക്ക് അടുപ്പിലൊഴിച്ച് കത്തിക്കാൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. വിറകടുപ്പിൽ കത്തിക്കുന്നവർക്ക് ഇപ്പോൾ ചൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് ഈ ഒരു ചൂട്ടാണെന്നുണ്ടെങ്കിൽ കെട്ടിപ്പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ കത്തിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയൊക്കെ മേടിച്ച് വെക്കണം. ഇപ്പോൾ മണ്ണെണ്ണ കിട്ടാനായിട്ട് ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് പറക്കിയൊക്കെ വെക്കണം. പിന്നെ അതുപോലെ പെരയിടത്തിലൊക്കെ മൊത്തത്തിൽ ഓല വീണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുക്കള വശത്താ അല്ലെങ്കിൽ അവിടെ നിന്നിട്ടൊക്കെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു വൃത്തിയില്ലായ്മ കണക്കൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് പറക്കി കൂട്ടി വെക്കണം. പിന്നെ വിറകുകളാണെന്നുണ്ടെങ്കിൽ കുറേ വിറകുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറക്കി എടുക്കണം. അപ്പോൾ എന്തായാലും മഴയ്ക്ക് മുമ്പേ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തൊക്കെ വെക്കണം. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിറകിൻ്റെ കാര്യത്തിൽ ഭയങ്കര പാടായിരിക്കും എടുത്ത് വെച്ചില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഒട്ടും സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ഇത്രയും കവർ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി മുൻവശത്ത് കുറച്ച് കവറുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ഞാൻ പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് മാത്രമേ തെങ്ങ് നിൽപ്പുള്ളൂ. ഇങ്ങോട്ടാണ് തെങ്ങൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പിന്നെ ഇതുപോലെ ഈ കുമ്മായത്തിൻ്റെതാണെങ്കിലും ഉപ്പിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ടൊക്കെ പോയത്. അപ്പോൾ അതൊക്കെ എല്ലാം പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ് അവർ വരുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോകുമല്ലോ, പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോഴത്തേക്ക്. പിന്നെ ഇപ്പോൾ ഈ അയ്യത്ത് കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ഇതിപ്പോൾ അവരൊക്കെ ഇങ്ങനെ ജോലിക്കാർ വന്നിട്ട് പോയതിനെ കൊണ്ട് അവരിട്ടിട്ട് പോയതാണ് കേട്ടോ. അല്ലാതെ നമ്മളാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഇങ്ങനെ ഇടത്തൊന്നും ഇല്ല. എല്ലാം പറക്കി ഒരു ബക്കറ്റിനകത്ത് ഇട്ട് വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചാക്കിനകത്ത് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലാരെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക് അയ്യത്ത് കിടക്കുകയാണെങ്കിൽ പറക്കി വെക്കാനായിട്ടൊക്കെ നോക്കുക. പിന്നെ പ്ലാസ്റ്റിക് ഒരു കാരണവശാലും കത്തിക്കാനായിട്ട് നോക്കരുത്. അത് ഭയങ്കര സ്മെല്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. ഒരെണ്ണം തന്നെ അത് കത്തുമ്പോഴേ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പേര് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒത്തിരി അസുഖക്കാരുണ്ട്. ഒരുപാട് അസുഖങ്ങളൊക്കെ വരും. പൊടിമക്കളെ കൊണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് പൊടിമക്കളുണ്ട്. പിന്നെ നമ്മളിവിടങ്ങളിൽ വയ്യാതെ സുഖമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഞാനാണെങ്കിൽ പോലും മരുന്ന് കഴിക്കുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിവതും പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടുമ്പോഴത്തേക്ക് നമ്മളെല്ലാം പറക്കിയൊക്കെ ഒരു ചാക്കിനകത്തൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പമാണ് കൊടുത്ത് വിടാനായിട്ട്. പിന്നെ നമ്മൾ ഈ അയ്യത്തൊക്കെ ഇങ്ങനെ വലിച്ച് വാരിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ കാണുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നത്തില്ലേ. അപ്പോൾ അതുപോലെ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് അവരൊക്കെ വന്ന് നോക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ പറ്റുന്നതും പ്ലാസ്റ്റിക് കവറുകൾ ഒരു ചാക്കിനകത്തിട്ട് വെക്കാനായിട്ടൊക്കെ നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ എല്ലാം ഇനിയിപ്പോൾ അങ്ങ് എത്തിക്കണം വിറകൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുതേ.